ഹലോ ഗെയ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ? എൻ്റെ നാട്ടിൽ തന്നെയാണ് കേട്ടോ. എൻ്റെ നാട്ടിൽ തന്നെയാണ്, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. നല്ല ഭംഗിയുള്ള നമുക്കൊരു തറവാട് കണ്ടാലോ? ഇതാണ് കേട്ടോ ആ തറവാട്. മടത്തിൽ എന്നാണ് തറവാട്ടിൻ്റെ പേര്. ഈ ലൊക്കേഷൻ ഇരിക്കുന്നത് നമ്മുടെ കോഴിക്കോട് രാമനാട്ടുകര കൃഷിഭവൻ റോഡിലാണ് കേട്ടോ ഈ വീട് നിൽക്കുന്നത്. നല്ല ഭംഗിയില്ലേ വീട് കാണാൻ? പഴമയുടെ ഒരു വീടല്ലേ. പക്ഷെ നടുമുറ്റൊന്നും ഇല്ല കേട്ടോ. ഞാൻ വിചാരിച്ചിരുന്നു നടുമുറ്റുണ്ട്, പക്ഷെ നടുമുറ്റൊന്നുമില്ല. പിന്നെ ഈ വീടിൻ്റെ പ്രത്യേകത എന്താ അറിയാമോ? നമ്മുടെ ലാലേട്ടൻ, ശോഭനാമ, ഇവരുടെയൊക്കെ ഒരു കുറേ മുന്നേ ഉള്ളൊരു മൂവി ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന്. അന്ന് ഒത്തിരി ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നത്. ഈ കിണർ കണ്ടോ, നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് അടുക്കളയിൽ നിന്ന് നേരിട്ട് നമുക്ക് കോരാവുന്ന ടൈപ്പാണ് കേട്ടോ. ഇപ്പോഴൊക്കെ മോട്ടറും കാര്യങ്ങളൊക്കെ ആയി. പക്ഷേ ഈ വീടിന് എന്തോ ഒരു കഥകൾ പറയാനുണ്ടാവും അല്ലേ? ഈ വീടിൻ്റെ ചുമരുകൾക്കൊക്കെ ഒരുപാട് ആൾക്കാരുടെ കാര്യങ്ങൾ പറയാനുണ്ടായിരിക്കും. ഒത്തിരി പേര് പണ്ട് താമസിച്ചിരുന്ന വീടാണ്. ഒരു 150-ൽ കൂടുതൽ പഴക്കമുണ്ടെന്നാണ് ഞാൻ കേട്ടത് ഈ വീടിനെ പറ്റി. ഇത് കണ്ടോ, അതിനോട് അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. ഇവരുടെ തന്നെ ബ്രഹ്മരക്ഷസാണ് കേട്ടോ പ്രതിഷ്ഠ ഉള്ളത്. ഇപ്പോൾ ഒത്തിരി പഴക്കങ്ങളൊക്കെ ഉള്ള ഒരുപാട് പേര് ഒരിക്കൽ താമസിച്ചിരുന്നൊരു വീടാണ്. ഇപ്പം ഇവിടെ ഉള്ളത് 3 പേരേ ഉള്ളൂ. അവിടുത്തെ ആൾ സ്വാമിദാസേട്ടൻ, പിന്നെ അവരുടെ വൈഫും, പിന്നെ അവരുടെ ഒരു കുഞ്ഞു മോനുമാണ് കേട്ടോ ഇപ്പോൾ ഉള്ള ഈ ഒരു ഫാമിലി. ഞങ്ങളിതിൻ്റെ ചുറ്റിലൊക്കെ നടന്നു. അപ്പോൾ അന്ന് നമ്മുടെ ഓണം ഷൂട്ട് ചെയ്ത സമയത്ത് ഓണത്തിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നായിരുന്നു എടുത്തത്. ആ സമയത്ത് ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇപ്പം വെയിലായല്ലോ. വെയിലായ സമയത്ത് ഇപ്പോൾ അവർ കുറച്ച് മരങ്ങളൊക്കെ വെട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ പോയപ്പോൾ കുറച്ച് മരങ്ങളൊക്കെ വെട്ടി ഫുൾ ചവലകളൊക്കെയാണ് മുറ്റത്ത്. പക്ഷെ ഇപ്പോഴും നല്ലൊരു തണുപ്പ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഇവിടുന്ന് കുറച്ച് ഈ അടുക്കളേൻ്റെ ഈ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ഭാഗങ്ങളൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു, കുറച്ച് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഒരു വീടായിരുന്നു കാരത്തുടി എന്ന് പറയും. അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവരുടെ തന്നെ വീടായിരുന്നു കാരത്തുടി എന്ന് പറഞ്ഞിട്ട്. അത് ഇതുപോലെ ഷൂട്ടിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് അവിടെ അവർ കൊടുത്തിട്ട് അത് വില്ല, നമ്മുടെ അപ്പോളോ വില്ലകളൊക്കെ അവിടെ വന്നു കേട്ടോ. അപ്പോൾ ഇപ്പോഴും നിലനിൽക്കുന്നൊരു വീടാണ് ഈ ഒരു വീട്. ഞങ്ങളുടെ ഈ ഭാഗത്ത് ഇപ്പോഴും നിലനിൽക്കുന്നൊരു വീടാണ്. കണ്ടോ സുഹൃത്തുക്കളെ, ഈ ജനവാതിലൊക്കെ കണ്ടോ? മരത്തിൻ്റെ നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ ആ തേക്കാത്ത മുകൾ ഭാഗങ്ങളൊക്കെ ഒരു പ്രത്യേക ഭംഗിയുണ്ടല്ലേ. അപ്പോൾ ഞാനും സുജിച്ചേച്ചിയും കൂടി ആയിരുന്നു കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ചുറ്റിലൊക്കെ ഒന്ന് ജസ്റ്റ് നടന്ന് ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ നല്ലൊരു ഇഷ്ടം തോന്നിപ്പോയി. നമുക്ക് തന്നെ അങ്ങനത്തെ വീടൊക്കെ കാണുമ്പോൾ നമുക്ക് എന്തോ പഴയ ഒരുപാട് മെമ്മറികളൊക്കെ ഓർമ്മ വരും. പിന്നെ വീടിൻ്റെ ഉമ്മറം, അതായത് മുൻഭാഗമാണിത്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയിട്ടില്ലായിരുന്നു, കാരണം ഈവനിങ്ങിലായി. അപ്പം വൈകുന്നേരം ആകുമ്പോൾ കുറച്ച് ഇരുട്ടവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല. മഴയൊക്കെ പെയ്യുമ്പോൾ എന്ത് ഭംഗി ഉണ്ടാവില്ല ഇവിടെ ഇരിക്കാം. നമ്മുടെ ഫോട്ടോയിൽ തന്നെ ഉണ്ട്, മഴ പെയ്യുന്ന സമയത്ത് നമ്മളെടുത്ത ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ കിണറും ഉണ്ട്. കിണറല്ല, കുളമുണ്ട് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ. അതിൻ്റെ ഇപ്പുറത്താണ് ക്ഷേത്രമുള്ളത്. ബ്രഹ്മരക്ഷസാണ് പ്രതിഷ്ഠ. പിന്നെ ഞങ്ങളവിടെ പോയ സമയത്ത് അവർ വിളക്ക് കത്തിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ കുളത്തുനിന്ന് എന്താ മേനകയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഈ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് പഴയ മേനകയൊക്കെ ഉണ്ടല്ലോ, മേനക കുളത്തുനിന്ന് ഇങ്ങനെ എന്തോ കുളിച്ച് വരുന്ന സീനൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കൂടെ ഇപ്പോൾ ചേച്ചി പറഞ്ഞു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. അപ്പോൾ ഓക്കെ, താങ്ക് യു സോ മച്ച് കേട്ടോ. എല്ലാവരും വീഡിയോ കാണണേ.